ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് തിങ്കളാഴ്ചയാണ്. അത്യാവശ്യം നല്ല ട്രേഡുകളൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 ടാർഗറ്റ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ 2 ടാർഗറ്റും നിഫ്റ്റിയുടെ 1 ടാർഗറ്റും. അങ്ങനെ ഫുൾ ടാർഗറ്റ് വന്നിട്ടുള്ള ദിവസം കൂടിയാണ് ഇന്നത്തെ. ഫുൾ ടാർഗറ്റ് മാത്രമല്ല, ഒരു 3 SL വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. അതുകൊണ്ട് നമുക്ക് SL എന്തായാലും വരും. SL വരാണ്ടൊന്നും ട്രേഡിങ്ങിൽ ആർക്കും സക്സസ് ആവാനൊന്നും പറ്റില്ല. മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് സെറ്റപ്പ്. SL ഒരേട്ടം കൊടുത്താലും പിന്നത്തെ ട്രേഡോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ട്രേഡിലോ നല്ല പ്രോഫിറ്റ് വരും. ആ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യണ പോലെ ഇരിക്കും നമ്മുടെ ആ ദിവസത്തെ ടാർഗറ്റ്, നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടാണ്. നിങ്ങൾ സ്പോട്ട് നോക്കുക. നിഫ്റ്റി ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. 22,957ൻ്റെയും 22,797ൻ്റെയും ഇടയിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു മൂവ്മെൻറ്റിന് സാധ്യത ആവണുള്ളൂ, മനസ്സിലായില്ലേ? 22,797 ബ്രേക്ക് ചെയ്താലിരിക്കും വരികയായിരുന്നെങ്കിൽ അവിടെ ഒരു ബീറിഷ് തന്നെ കാണാമായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ. ഇന്നങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് നിഫ്റ്റി. അപ്പോൾ നാളെയും വേണമെങ്കിൽ ഒരു കണ്ടിന്യൂസ് തന്നെയായിരിക്കും. നല്ല പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ തന്നെയായിരിക്കും നാളത്തെ സാധ്യത കേട്ടോ. ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി എന്ന്. നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളുടെ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സ്ട്രൈക്കും ഞാൻ കാണിക്കണില്ലേ, 3 ടാർഗറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ 3 ടാർഗറ്റിൻ്റെ കാര്യം കാണിക്കാം. പിന്നെ ഒരു 3 SL ഉണ്ട്, അത് ഞാൻ കാണിക്കണമെന്നില്ല. ഇതാണ് ഒരു ട്രേഡ് 49,000 PE. നമുക്ക് 1:5 ആണ് ആക്ടിവേറ്റ് ആയിക്കണത്. അതുകൊണ്ട് നമുക്ക് ബൈയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി, ഇത്തിരി അടിയിൽ നിന്ന് SL സൈഡിൽ നിന്ന് എടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് SL ആയവരുണ്ടെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി ബൈയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി കറക്റ്റ് ലിമിറ്റിൽ നിന്ന് കിട്ടും. ഫുൾ ടാർഗറ്റിലേക്ക് പോവുക. ഇവിടെ ഒരു 10-30 പോയിൻ്റ് പോയ ആൾക്കാർക്ക് ഇപ്പുറത്ത് അത് കിട്ടും കേട്ടോ. ബേസിക്കലി SL സൈഡ് ബൈയാണത്. SL സൈഡിലേക്ക് വരുമ്പോൾ ഇത് എടുക്കുക എന്നുള്ള കൺസെപ്റ്റ്. അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കാൻ പറ്റാത്തവർക്ക് SL പോയിട്ട് പിന്നെ തിരിച്ച് കയറുമ്പോഴാണ് ഈ ട്രേഡ് ആക്ടിവേറ്റ് ആവുള്ളൂ. സംഭവം എന്താണ്? 100 പോയിൻ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ലിമിറ്റഡ് തന്നെ ഇതൊക്കെ കിട്ടും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 100 പോയിൻ്റ് കിട്ടിയ ട്രേഡ്. പിന്നെ 22,950 നമുക്ക് കാണാം. ഒരു SL പോയിട്ട് റീ എൻട്രിയിലാണ് ഇത് ടാർഗറ്റിലേക്ക് വന്നത്. ഇവിടെ നമുക്ക് ബൈയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി ലിമിറ്റിൽ കിട്ടി. ഓൺ ദ സ്പോട്ടിന് SL പോയി, മനസ്സിലായില്ലേ? തിരിച്ച് കയറിയപ്പോഴാണ് ഇവിടെ നമുക്ക് ഈ ക്യാൻഡലിൽ ട്രേഡ് ആക്ടിവേറ്റ് ആയി. പിന്നെ അടുത്ത ക്യാൻഡലിൽ നമുക്ക് ലിമിറ്റിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഈ ക്യാൻഡിൽ എടുക്കാൻ പറ്റാത്തവർക്ക് രണ്ടാമത്തെ ക്യാൻഡിൽ എടുക്കാൻ പറ്റാത്തവർക്ക് 3ാമത്തെ ക്യാൻഡിൽ ലിമിറ്റിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റിൽ അവിടെ എടുക്കാൻ പറ്റില്ല അവർക്കും. 4ാമത്തെ ക്യാൻഡിൽ ലിമിറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റിൽ എങ്ങനെ നോക്കിയാലും കിട്ടി ട്രേഡ്. പിന്നെ കണ്ടൊരു പോക്കാണ് 50 പോയിൻ്റ് മൂവ്മെൻ്റാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഫുൾ ടാർഗറ്റാണ് കേട്ടോ അത്. SLന് ശേഷം റീ എൻട്രിയിലാണ് ഫുൾ ടാർഗറ്റ് വന്നേക്കണത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 49,100 CEയിലാണ്. ഇതും ഫുൾ ടാർഗറ്റാണ്. ബൈയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കണു, ലിമിറ്റിൽ കിട്ടണു, ട്രേഡ് എടുക്കണു. ഇതാണ് ഈ സെറ്റപ്പ്. 100 പോയിൻ്റ് അങ്ങനെ കിട്ടിയാണത്. ഇനിയും കുറേ ട്രേഡുകൾ ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി ചോദിച്ച കുറേ ആൾക്കാർക്ക് കുറേ പ്രൈസുകൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു സ്ട്രൈക്കിൽ ഏത് പ്രൈസാണ് മേടിക്കേണ്ടത് എന്നൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം. സ്ട്രൈക്ക് തന്നാൽ മതി, ഞാൻ എൻ്റെ പ്രൈസ് പറഞ്ഞു തരും, മനസ്സിലായില്ലേ? ഇപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യണ നേരത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്, എൻ്റെ സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ബൈയേഴ്സ് ക്യാൻഡിൽ നോക്കേണ്ടത്, സെല്ലേഴ്സ് നോക്കേണ്ടത്, അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഈ 2 ക്യാൻഡിൽ മാത്രം നോക്കുമ്പോൾ ഒരു വിശ്വാസം വരില്ല. അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് അതിൽ ആഡ് ആക്കാം. ഒരു CPR അല്ലെങ്കിൽ ഏതെങ്കിലും മൂവിങ് ആവറേജോ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ വോളിയം ഇൻഡിക്കേറ്ററോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക. ആ ടൈമിൽ നിങ്ങൾക്ക് അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. ഞാനൊരു റെക്കമെൻഡേഷൻ അല്ല ഇൻഡിക്കേറ്ററിൻ്റെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം വരട്ടെ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. വേറെ ഒന്നുമല്ല. നമ്മൾ ഈ 2 ക്യാൻഡലിൻ്റെ കാര്യം മാത്രമേ സംസാരിക്കണുള്ളൂ. ഞാനവിടെ പേഴ്സണലി ഇൻഡിക്കേറ്ററൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക. അത്യാവശ്യം നിങ്ങൾ നല്ലൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് അതിൽ ട്രേഡ് ചെയ്ത് സക്സസ് ആവുക. പിന്നെ ഓപ്ഷൻസൊക്കെ ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യാണ്ടിരിക്കുക. ഓപ്ഷൻസ് ഡേ ടു ഡേയിൽ ചെയ്ത് കഴിയണം, മനസ്സിലായില്ലേ? അത് ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ദിവസം ലാഭം കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല. നമ്മുടെ മാർക്കറ്റ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഉച്ചയ്ക്ക് യൂറോപ്യൻ മാർക്കറ്റ് തുറക്കും. പിന്നെ വൈകിട്ടാകുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് തുറക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ ഇത് കണ്ടിന്യൂ ആയിട്ട് ബുള്ളിഷ് തന്നെയാവുമെന്ന് നമുക്ക് ഒരു വ്യൂ പറയാൻ പറ്റില്ല. അതൊക്കെയും മാർക്കറ്റ് തീരുമാനിക്കണതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ട്രേഡിങ് ചെയ്യുക. ഞാൻ തരുന്ന പ്രൈസിൻ്റെ മുകളിലൊക്കെ നിങ്ങളുടെ ഒരു സ്റ്റഡിയും കൂടിയും കൊണ്ടുവന്നിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ നോക്കുക കേട്ടോ. കണ്ണും പൂട്ടി എടുക്കാമെന്ന് ഞാൻ ആരുടെ അടുത്തും പറയില്ല. നിങ്ങൾക്ക്
അവിടെ നിങ്ങളുടെ സ്റ്റഡിയും കൂടി കൊണ്ടുവരാം. ഇനി നമ്മുടെ സ്ട്രാറ്റജിയിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അത്യാവശ്യം വിന്നിങ് റേഷ്യോ വേണ്ടത് നമുക്ക് നോക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യുന്ന സ്ട്രാറ്റജീസിൽ എനിക്ക് ഒരു വിന്നിങ് റേഷ്യോ വരുന്നത് ഔട്ട് ഓഫ് 10 8 ട്രേഡോളം നമ്മൾ സക്സസ്സിൽ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഈ സ്ട്രാറ്റജിയിൽ ഞാൻ കാണുന്ന ഒരു ഗുണം. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി ഒന്നുമില്ല, വളരെ സിമ്പിൾ സ്റ്റഡിയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ ചൊവ്വാഴ്ചയാണ് അടിപൊളി ട്രേഡ്സൊക്കെ കിട്ടട്ടെ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ ബൈ.